Hello everyone. Welcome to our channel Spicy and Pastry. ഇന്ന് നല്ല സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ആയിട്ടുള്ള വാനില കപ്പ് കേക്ക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇതിനു വേണ്ടി എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് എടുത്തതെന്ന് നോക്കാം. ഒരു ക്ലീൻ ആയിട്ടുള്ള ബൗളിലേക്ക് ഒരു 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് പൗഡർഡ് ഷുഗറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ളു ഉപ്പും. ഇത് ബീറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഓവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ 180 ഡിഗ്രീസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസും സീവ് ചെയ്ത് റെഡിയാക്കി വെക്കാം. അതിനുവേണ്ടി ഒരു 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഒരു ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓപ്ഷണലാണ്, പക്ഷെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും കേക്കിന്. ഇതൊന്ന് അരിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നാലേ ആ ബേക്കിംഗ് പൗഡറൊക്കെ എല്ലായിടത്തും ഒന്ന് മിക്സായി കിട്ടത്തുള്ളൂ. ഇനി നമ്മൾ ബീറ്റ് ചെയ്യാൻ മാറ്റി വെച്ച് എഗ്ഗിൻ്റെ മിക്സ്ചർ എടുത്ത് ബീറ്റർ യൂസ് ചെയ്ത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഫ്ലഫി ആകുമ്പോഴാണ് നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നത്. അപ്പോൾ നല്ല വൈറ്റിഷ് കളറാവണം. ഇതുപോലെ ആയതിന് ശേഷം അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ വേണമെങ്കിലും ചേർക്കാം. ഇനി ഇത് മിക്സ് ആക്കാനായിട്ട് ബീറ്റർ ലോ സ്പീഡിൽ വേണം ഇട്ട് ചെയ്യാനായിട്ട്. ഓവർ മിക്സ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ആ എഗ് നമ്മൾ ബീറ്റ് ചെയ്തതിൻ്റെ ആ ഫ്ലഫിനെസ് എല്ലാം പോവും. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് 3 ബാച്ചസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് ബാച്ച് ആഡ് ചെയ്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുത്തിട്ട് നല്ല ജെൻറ്റിലായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അത് മിക്സ് ആയതിന് ശേഷം സെക്കൻഡ് ബാച്ച് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെയും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി തേർഡ് ബാച്ച് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് പിന്നെയും ജെൻറ്റിലായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 2 ടേബിൾ സ്പൂൺ പാല് മാത്രമേ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം വന്നുള്ളൂ. അപ്പോൾ നിങ്ങളുടെ മുട്ട തീരെ കുഞ്ഞതാണെങ്കിൽ ഒരു ടേബിൾ സ്പൂണും കൂടെ പാല് ചേർത്ത് കൊടുക്കേണ്ടി വരുമേ. ഇനി ഞാനൊരു സ്പാച്ചുല യൂസ് ചെയ്തിട്ട് ഇതുപോലൊന്ന് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഇളക്കി കൊടുക്കുന്നുണ്ട്. ചിലപ്പം ആ പൊടിയൊക്കെ അടിയിൽ കിടപ്പുണ്ടാവും. അതൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ഞാനിവിടെ കുറച്ച് കപ്പ് കേക്ക് ലൈനേഴ്സ് എടുത്തിട്ടുണ്ട്. ഇവിടെ ഞാനൊരു 9 കപ്പ് കേക്ക് ലൈനേഴ്സാണ് എടുത്തേക്കുന്നത്. ഇതുപോലെ കട്ടിയുള്ള കപ്പ് കേക്ക് ലൈനേഴ്സ് ആണെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കപ്പ് കേക്ക് മോൾഡ് ഒന്നും യൂസ് ചെയ്യേണ്ടി വരില്ല. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ബാറ്റർ ഹാഫ് വരെ മാത്രം ഫില്ല് ചെയ്ത് കൊടുത്താൽ മതിയാവും. അല്ലേ അത് നന്നായിട്ട് പൊങ്ങി വരുമ്പോൾ ചിലപ്പം നല്ലതായിട്ട് ഓവർഫ്ലോ ആയിക്കഴിഞ്ഞാൽ ആ ഷേപ്പും ഒക്കെ അങ്ങ് മാറിപ്പോവും. ഇനി ഓരോന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എയർ ബബിൾസ് ഉണ്ടെങ്കിൽ ഒന്ന് റിലീസായി പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിനി ബേക്ക് ചെയ്യാൻ വെക്കാം. ഇവിടെ ഞാൻ 165 ഡിഗ്രീസിൽ 25 മിനിറ്റ്സ് ആണ് ബേക്ക് ചെയ്യാൻ എടുത്ത ടൈം. അപ്പോൾ ഓരോ ഓവൻ്റെ ടൈം ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഓവൻ്റെ ടൈം അനുസരിച്ച് എടുക്കാവുന്നതാണ്. ഇവിടെ അപ്പം ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനൊരു സ്ക്യൂർ വെച്ച് ഇൻസേർട്ട് ചെയ്ത് നോക്കുമ്പോൾ നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം ബേക്കായിട്ടുണ്ട്. പക്ഷേ ഈ കാണുന്നത് മാത്രം ശകലവും കൂടെ ഒന്ന് ബേക്കായാൽ കൊള്ളാമെന്നുണ്ട്. ഇപ്പോൾ നടുഭാഗത്തുള്ളത് മാറ്റിയിട്ട് അറ്റത്തുള്ളത് മാത്രം ഒന്നുകൂടെ ഒരു 5 മിനിറ്റും കൂടെ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഈ കേക്കൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന പാടെ കഴിക്കുന്നതിനെക്കാട്ടിലും നെക്സ്റ്റ് ഡേക്ക് കഴിക്കുന്നതായിരിക്കും കൂടുതലും ടേസ്റ്റ് തോന്നിക്കുന്നത്. ഇവിടെ കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്.
ഇനി അഥവാ നിങ്ങളുടെ കപ്പ് കേക്ക് ലൈനേഴ്സ് ഇതുപോലെ ഡെലിക്കേറ്റ് ആണെങ്കിൽ ഡയറക്റ്റായിട്ട് ഒഴിച്ച് വെക്കാതെ ഇതുപോലെ ഒരു കുറച്ച് പേപ്പർ കപ്പ് എടുത്തിട്ട് ഹാഫായിട്ട് മുറിച്ചെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റായിട്ട് കിട്ടും. അല്ലെങ്കിൽ കേക്ക് ബേക്ക് ആവുന്നതനുസരിച്ച് അത് ഭയങ്കരമായിട്ട് സ്പ്രെഡായിട്ട് അതിൻ്റെ ഷേപ്പും ഒക്കെ മാറിപ്പോവും. പിന്നെ നല്ല ഫ്ലോപ്പാവും. അപ്പോൾ എനിക്ക് ഒരു പ്രാവശ്യം പറ്റിയ അബദ്ധമാണത്. ഇവിടെ ഞാനപ്പോൾ ഒരെണ്ണം മുറിച്ച് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ആയിട്ടാണ് നമ്മുടെ വാനില കപ്പ് കേക്ക്സ് കിട്ടിയേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ടെക്സ്ചറൊക്കെ കണ്ടില്ല, നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ഡു ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.